ഇന്നത്തെ വാപ്പമാര് തിരക്കു പിടിച്ച ജീവിതത്തിന്റെ നെട്ടോട്ടത്തില തന്റെ മക്കൾക്ക് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയും മകനും എങ്ങനെയാകണം? ഇതാണ് സ്നേഹബന്ധം. 12 മക്കളുള്ള യാക്കൂബ് നബിയുടെ 11ാമത്തെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉപ്പ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇത് നമ്മൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ആ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആ 11ാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും യാക്കൂബ് നബിയോട് പറയുമ്പോ ആ മകൻ പറയുന്ന ആ ഒരു സ്വപ്നം, എന്താ മോനെ നീ കണ്ട സ്വപ്നം? വളരെ ആകാംക്ഷയോടുകൂടി ആ പിതാവിരുന്നിട്ട് തന്റെ പൊന്നാര മകൻ പറയുന്ന ആ സ്വപ്നത്തെ കുറിച്ച് ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. നമ്മുടെ മക്കൾ, അതാ വാപ്പയും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളെക്കാളും വലിയ തിരക്കല്ലേ ഒരു ഉമ്മത്തിന്റെ നേതൃത്വം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാ. ആ പ്രവാചകൻ ജനങ്ങളുടെ കാര്യം നോക്കണം. അതിനപ്പുറം തന്റെ മക്കളുണ്ട്, വേറെ 10 മുകളിൽ. ആ 10 വിഷയങ്ങളിൽ ഇടപെടണം. അവർ പറയുന്ന കാര്യം കേൾക്കണം, മറ്റുള്ളവരുടെ കാര്യം നോക്കണം, കുടുംബത്തിന്റെ കാര്യം നോക്കണം. ഈ തിരക്കുകളുടെ ഇടയിൽ തന്റെ മകൻ വന്നിട്ട് വാപ്പാനോട് പറയുന്നു, ഉപ്പച്ചി, ഞാൻ സ്വപ്നം കണ്ടു. വാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നീ കണ്ട സ്വപ്നം? ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമിതാ. ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മക്കൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുപോലും മാതാപിതാക്കൾക്കില്ല.